സമസ്ത 100-ാം വാർഷികം അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളന നഗരിയിൽ ഉയർത്തുന്ന 100 പതാകകളിൽ ഒരു പതാക പൂച്ചക്കാട് ഖാസി ഹസൈർ മഖാമിൽ നിന്നും കൊണ്ടുപോകും. ജില്ലാ മുഷാവറ ജോയിന്റ് സെക്രട്ടറി അബ്ബാസ് ഫൈസി പുത്തിയെ നേതൃത്വം നൽകിയ പതാക വാഹന സംഘത്തെ പൂച്ചക്കാട് വൻ സ്വീകരണം നൽകി. സമസ്ത 100-ാം വാർഷികം അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളന നഗരിയിൽ ഉയർത്തുന്ന 100 പതാകകളിൽ ഒരു പതാക പൂച്ചക്കാട് ഖാസി ഹസൈർ മഖാമിൽ നിന്നും കൊണ്ടുപോകും. ജില്ലാ മുഷാവറ ജോയിന്റ് സെക്രട്ടറി അബ്ബാസ് ഫൈസി പുത്തിയെ നേതൃത്വം നൽകിയ പതാക വാഹന സംഘത്തെ പൂച്ചക്കാട് വൻ സ്വീകരണം. ജാഥ ക്യാപ്റ്റൻ പതാക പൂച്ചക്കാട് ജമാഅത്ത് കമ്മിറ്റിക്ക് കൈമാറി. ജമാഅത്ത് അംഗങ്ങൾ പതാക കോഴിക്കോട് വരക്കൽ മഖാമിലേക്ക് എത്തിച്ചു. പൂച്ചക്കാട് ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പൂച്ചക്കാട് ജുമാ മസ്ജിദ് പരിപാലന സമിതി അംഗവും SMF ജില്ലാ നേതാവുമായ സോളാർ കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് യാസിർ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് അറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം നടക്കുമ്പോൾ വളരെ വലിയ ഒരുക്കങ്ങളൊക്കെ നമ്മൾ ഒരുങ്ങാനുണ്ട്. നമ്മളതിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അതൊക്കെ അള്ളാഹു വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കാനും ഒരു കുറവുമില്ലാതെ ഒരു നിലക്കും ഒരു കോട്ടവും സംഭവിക്കാത്ത വിധത്തിൽ അള്ളാഹു നല്ല നിലയിൽ നമുക്ക് ഈ സമ്മേളനം വരവേൽക്കാനും അത് കൂടാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ജാഥ ഉപനായകൻ മുഗു അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, ദാവൂദ് ഹാജി ചിത്താരി, ഡയറക്ടർ ഹാരിസ് ദാരിമി, ജില്ലാ മുഷാവറ അംഗങ്ങളായ ബഷീർ ദാരിമി തളങ്കര, PK താജുദ്ദീൻ ദാരിമി പടന, കോർഡിനേറ്റർ ഫാറൂഖ് ദാരിമി കൊല്ലമ്പാടി, കാസിം ദാരിമി, മൂസ മൗലവി, മുഹമ്മദ് അലി മൗലവി, ബഷീർ പൂച്ചക്കാട്, അബ്ദുറഹ്മാൻ കണ്ടത്തിൽ, നൌഷാദ് പൂച്ചക്കാട്, റഫീഖ് മാളികയിൽ, അബ്ദുഖാദർ കണ്ടത്തിൽ, സുഹൈർ അസ്ഹരി, മുഹാജിർ, നജീബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.